Hello, good morning students. So in this video, in this class, we will see about these two types of programs which are supported by Java. Okay. One is application programs. And the other is applets. Okay. Application programs are programs that executes in my desktop. In my computer, I have a program, and when I execute this program, it will work to handle the situations in my desktop. Okay. അപ്പോൾ എൻ്റെ കമ്പ്യൂട്ടറിനകത്ത് വർക്ക് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ആപ്ലിക്കേഷൻ പ്രോഗ്രാം എന്നുള്ളത്. അത് ഞാൻ മാത്രമേ യൂസ് ചെയ്യുന്നു. Locally it is executed. In the case of applets are programs that executes on web pages. Programs that executes on web pages. Programs that executes on web pages. Web pageനകത്ത് വർക്ക് ചെയ്യുന്ന പ്രോഗ്രാംസ് ആണ്. So we know that web pages are designed using HTML language, hypertext markup language. അപ്പോൾ HTML ലാംഗ്വേജിനകത്ത് വർക്ക് ചെയ്യുന്ന വെബ് പേജ് അല്ലെങ്കിൽ ഡിസൈൻ ചെയ്ത വെബ് പേജിനകത്ത് ഉൾക്കൊള്ളിക്കാവുന്ന ഒരു പ്രോഗ്രാമാണ് ആപ്ലെറ്റ്സ് എന്നുള്ളത്. അപ്പോൾ ആപ്ലെറ്റ്സ് ആർ പ്രോഗ്രാംസ് ദാറ്റ് എക്സിക്യൂട്ട്സ് ഓൺ വെബ് പേജസ്. ഓക്കെ. ഇനി ആപ്ലെറ്റ് പ്രോഗ്രാമുകൾ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യാം? അതിന് രണ്ട് സ്റ്റെപ്പുകളുണ്ട്. ഒന്ന്, we will be writing a applet program in Java, and we will compile it, and it will be kept in a server. Okay, അത് applet program ഒരു ജാവ പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാം നമ്മൾ എന്ത് ചെയ്യും? പ്രോഗ്രാം എഴുതി കമ്പൈൽ ചെയ്ത് സെർവറിനകത്ത് കീപ്പ് ചെയ്യും. എന്നിട്ട് HTML പേജിലേക്ക് എന്ത് ചെയ്യും? ഇത് ഇൻക്ലൂഡ് ചെയ്യും. ഓക്കെ, അതായത് HTML പേജിലേക്ക് ഈ പ്രോഗ്രാം എന്ത് ചെയ്യും? ഈ പ്രോഗ്രാം ഇൻക്ലൂഡ് ചെയ്യും. അപ്പോൾ അങ്ങനെ രണ്ട് സ്റ്റെപ്പാണ് ചെയ്യുന്നത്. ഒന്ന്, ഫസ്റ്റ് വി ഹാവ് ടു റൈറ്റ് ആൻ ആപ്ലെറ്റ് പ്രോഗ്രാം, ദെൻ സെക്കൻഡ് വി ഹാവ് ടു ഇൻക്ലൂഡ് ദിസ് ആപ്ലെറ്റ് ക്ലാസ് ഫയൽ ടു ആൻ HTML ഫയൽ. ടു സ്റ്റെപ്സ് വർക്ക് ചെയ്യണം. ഇനി ആപ്ലെറ്റ് പ്രോഗ്രാം എഴുതുമ്പോൾ it should be derived from a class called applet. ഇപ്പോൾ ആപ്ലെറ്റ് ക്ലാസ്സിനകത്തുനിന്ന് ഡിറൈവ് ചെയ്യുന്ന പ്രോഗ്രാമുകളാണ് ആപ്ലെറ്റ് പ്രോഗ്രാമായിട്ട് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ എൻ്റെ പ്രോഗ്രാമിൻ്റെ പേര് 2 എന്നാണെങ്കിൽ I need to derive my class 2 from the class called applet. So class 2 extends applet എന്ന് കൊടുക്കണം. അതുപോലെ ആ പാക്കേജ് applet.star ആണ്. അത് ആപ്ലെറ്റ് ക്ലാസ് ഉള്ള പാക്കേജ് applet.star ആണ്. സോ ഐ നീഡ് ടു ഇമ്പോർട്ട് ദിസ് ഫയൽ ഓൾസോ. സോ ഇമ്പോർട്ട് java.applet.star. അപ്പോൾ ഫസ്റ്റ് വി ഹാവ് ടു ഇമ്പോർട്ട് the package applet to a program. Then we have to derive my program. Class 2 ആണെങ്കിൽ 2 extends applet അങ്ങനെ ഡിറൈവ് ചെയ്യണം. ഇനിയുള്ള വ്യത്യാസം എന്നുള്ളത് തേർഡ് ഡിഫറൻസ് അല്ലെങ്കിൽ തേർഡ് പോയിന്റ് ഈസ് ദാറ്റ് applet programs does not have any main function. പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ എന്നൊരു ഫംഗ്ഷൻ നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുണ്ട്. സോ applet programs does not have a main function ഇല്ല. അതിന് പകരം applet programs starts execution from a function called init function. അപ്പോൾ പബ്ലിക് വോയിഡ് init ഈ ഫംഗ്ഷനകത്തു നിന്നാണ് പ്രോഗ്രാം എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ദർ ഈസ് നോ മെയിൻ ഫംഗ്ഷൻ ഇല്ല. ആപ്ലെറ്റിൻ്റെ പ്രോഗ്രാം എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് init എന്ന ഫംഗ്ഷനകത്താണ്.
applet program starts execution from a function called init. അപ്പോൾ init ഫംഗ്ഷൻ ആദ്യം വർക്ക് ചെയ്തോളൂ. അതായത് സാധാരണ മെയിൻ ഫംഗ്ഷൻ ആദ്യം വർക്ക് ചെയ്യുന്ന പോലെ init ഫംഗ്ഷൻ ആയിരിക്കും ആദ്യം വർക്ക് ചെയ്യും. അത് കഴിഞ്ഞിട്ട് വർക്ക് ചെയ്യുന്ന ഫംഗ്ഷനാണ് സ്റ്റാർട്ട് ഫംഗ്ഷൻ. പബ്ലിക് വോയിഡ് സ്റ്റാർട്ട് എന്നൊരു ഫംഗ്ഷൻ ഉണ്ട്. ഈ ഫംഗ്ഷൻ ആയിരിക്കും അടുത്ത് എക്സിക്യൂട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഒരു വെബ് പേജ് ഓപ്പൺ ആയി വന്നു. ആൻഡ് ദ ജാവ പ്രോഗ്രാം stored as applet is also loaded in the HTML page. HTML പേജിലേക്ക് ആഡ് ചെയ്തു. അപ്പോൾ HTML പേജിലേക്ക് ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ കോഡ് ഞാൻ കാണിക്കാം. സോ വൈൽ ഓപ്പണിംഗ് ദ വെബ് പേജ് ഇൻ എ ബ്രൗസർ, ഒരു ബ്രൗസറിനകത്ത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ആപ്ലെറ്റിൻ്റെ സ്റ്റാർട്ടിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇനിറ്റ് ഫംഗ്ഷൻ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് സ്റ്റാർട്ട് ഫംഗ്ഷൻ. അപ്പോൾ ഇനിറ്റ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് പിന്നെ വർക്ക് ചെയ്യുന്ന എന്നുള്ളത് പെയിൻറ്റ് എന്ന ഒരു ഫംഗ്ഷനാണ്. അപ്പോൾ ഈ പെയിൻറ്റ് ഫംഗ്ഷനാണ് ശരിക്കും ആക്ച്വലി ഗ്രാഫിക്സ് ഒക്കെ ഉള്ള ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും പടങ്ങളൊക്കെ ഉള്ള ഒരു ആപ്ലെറ്റ് ആണെങ്കിൽ ഈ പെയിൻറ്റ് ഫംഗ്ഷനാണ് ഇറ്റ് പെയിൻറ്റ്സ് ദ ബോഡി ഓഫ് ദി ആപ്ലെറ്റ്. ആപ്ലെറ്റിൻ്റെ ബോഡി അല്ലെങ്കിൽ ആപ്ലെറ്റിൻ്റെ ആ ഒരു ഏരിയ വരച്ച് കാണിക്കുന്ന ആരാണ്, അല്ലെങ്കിൽ ഈ പെയിൻറ്റ് ഫംഗ്ഷനകത്ത് കൊടുത്തിരിക്കുന്ന കാര്യങ്ങളാണ് ആപ്ലെറ്റിൻ്റെ ബോഡി വർക്ക് ചെയ്യുക. ഇതിനകത്ത് നിങ്ങൾ കണ്ടു പാരാമീറ്റർ ആയിട്ട് ഐ ഹാവ് പാസ്ഡ് എ ഒബ്ജക്റ്റ് കോൾഡ് ഗ്രാഫിക്സ്. ഗ്രാഫിക്സ് എന്ന ക്ലാസിൻ്റെ ഒബ്ജക്റ്റാണ് പാസ് ചെയ്തത്. ആൻഡ് ദിസ് ഗ്രാഫിക്സ് ക്ലാസ് ബിലോങ്സ് ടു ദി പാക്കേജ് AWT. ഓക്കെ, അപ്പോൾ ഇത് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് രണ്ട് പാക്കേജ് വേണ്ടി വരും. ഗ്രാഫിക്സിൻ്റെ പാക്കേജ് ആയിട്ടുള്ള AWTയും അതുപോലെ ആപ്ലെറ്റിൻ്റെ പാക്കേജ് ആയിട്ടുള്ള applet.starഉം ഇമ്പോർട്ട് ചെയ്യണം. ഓക്കെ, ഇത് കൂടാതെ നമുക്ക് വേണമെങ്കിൽ ബട്ടണൊക്കെ ഉപയോഗിക്കാം. ഈ ഗ്രാഫിക്സ് ക്ലാസ്സിനകത്ത് തന്നെ കുറേ ഗ്രാഫിക് ഡ്രോയിങ് ഫങ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ G.draw line എന്നൊരു മെത്തേഡ് ഉണ്ട്. G. So G is the object of the graphics class. So G.draw line 100,100 അതായത് x1 y1 ആണത്, കോമ 200,200. So it draws a line from xy coordinate 100 to the destination xy coordinate 200. അപ്പോൾ ഇതുപോലെ ഡ്രോ ലൈൻ, ഡ്രോ റെക്ടാങ്കിൾ, ഡ്രോ എലിപ്സ്, അതുപോലെ ഡ്രോ റൗണ്ട് റെക്ടാങ്കിൾ, അങ്ങനെ ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ഈ ഗ്രാഫിക്സ് ക്ലാസ്സിനകത്തുണ്ട്. അതുപോലെ സെറ്റ് കളർ ഉപയോഗിച്ച് നമുക്ക് നിറം മാറ്റാം. G.set color ഉപയോഗിച്ച് നിറം മാറ്റാം ബൈ ഗിവിംഗ് ദ കളർ ഇൻ ദി ബ്രാക്കറ്റ്സ്. അപ്പോൾ ഗ്രാഫിക്സ് ക്ലാസ് ഉള്ളത് ഇറ്റ് പ്രൊവൈഡ്സ് ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ടു പെയിൻറ്റ് ദ ഏരിയ ഓഫ് ദി ഗ്രാഫിക്സ് ഓഫ് ദി ആപ്ലെറ്റ്. അപ്പോൾ ഇത്ര അതായത് HTML പേജിനകത്ത് while after loading the applet the first function that will work is init, then the function executed is start function, then the function executed is paint function. ഈ മൂന്ന് കാര്യങ്ങൾ വർക്ക് ചെയ്യുമ്പോഴേക്കും ആപ്ലെറ്റ് കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഇനിയുള്ള ഫങ്ഷൻസ് ഉള്ളത് അതിൻ്റെ സ്റ്റോപ്പിംഗ് ആണ്. അതായത് ഇപ്പോൾ ആപ്ലെറ്റ് ഞാനിപ്പോൾ ക്ലോസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഐ ആം വർക്കിംഗ് ഇൻ HTML പേജ്. So if I click on a link and go to a new page, ഈ ആപ്ലെറ്റ് സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ അത് ചെയ്യുന്നുണ്ടാവും പബ്ലിക് വോയിഡ് സ്റ്റോപ്പ് എന്ന ഫംഗ്ഷനകത്ത് എന്ത് കൊടുത്തിരിക്കുന്നു അത് വർക്ക് ചെയ്യും. കാരണം ഇവിടെ നിന്ന് ദ ഫോക്കസ് ഈസ് ലൂസിങ് ടു അനദർ വിൻഡോ. വേറൊരു വിൻഡോ, ഒരു ഹൈപ്പർ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് അടുത്ത വിൻഡോയ്ക്ക് അത് പോവുകയാണെങ്കിൽ എന്താ സംഭവിക്കുക, ഇതിൻ്റെ ഫോക്കസ് പോവുകയാണ്. അപ്പോൾ സ്റ്റോപ്പ് ഫംഗ്ഷൻ വർക്ക് ചെയ്യും. വീണ്ടും തിരിച്ചു വരികയാണെങ്കിൽ അഗെയിൻ സ്റ്റാർട്ട് വർക്ക് ചെയ്യും. അത് കഴിഞ്ഞ് പെയിൻറ്റ് വർക്ക് ചെയ്യും. ഇനിറ്റ് വർക്ക് ചെയ്യുന്നത് ലോഡിങ് സമയത്താണ്. സോ ഇനിറ്റ് വർക്ക്സ് ഓൺലി ഡ്യൂറിങ് ലോഡിങ് ടൈം. സ്റ്റാർട്ട് വീണ്ടും വർക്ക് ചെയ്യും. കാരണം ഫോക്കസ് തിരിച്ചു വരുമ്പോൾ വീണ്ടും സ്റ്റാർട്ട് വർക്ക് ചെയ്യും, വീണ്ടും പെയിൻറ്റ് വർക്ക് ചെയ്യും. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പിന്നെ ലാസ്റ്റ് നമ്മളിപ്പോൾ ഈ ഫസ്റ്റ് വിൻഡോ ക്ലോസ് ചെയ്യുമ്പോൾ സംഭവിക്കും, ആപ്ലെറ്റ് എന്തെങ്കിലും ക്ലോസ് ആവും. ആ സമയത്ത് ഡിസ്ട്രോയ് എന്നൊരു ഫംഗ്ഷൻ ഉണ്ട്. ഡിസ്ട്രോയ് ഫംഗ്ഷൻ വർക്ക് ചെയ്യും. So we have 5 functions.
എന്തൊക്കെയാണ്? ഇനിറ്റ് ഫംഗ്ഷൻ ആദ്യം വർക്ക് ചെയ്യും, അത് കഴിഞ്ഞ് സ്റ്റാർട്ട് വർക്ക് ചെയ്യും, പിന്നെ പെയിന്റ് വർക്ക് ചെയ്യും. ഇത് മൂന്നുമാണ് ഓപ്പണിംഗ് സ്റ്റേജിലുള്ളത്. അത് കഴിഞ്ഞ് പിന്നെന്താണ് ക്ലോസിംഗ് സ്റ്റേജിൽ പോകുമ്പോൾ, അതായത് ഫോക്കസ് ലോസ്റ്റ് ആകുമ്പോൾ സ്റ്റോപ്പ് ഫംഗ്ഷൻ വർക്ക് ചെയ്യും. നമ്മുടെ ആ ലോഡ് ആപ്ലിക്കേഷൻ്റെ ഹോം പേജ്, ആപ്ലിക്കേഷൻ്റെ ലോഡിംഗ് പേജ് ക്ലോസ് ചെയ്യുമ്പോൾ ഡിസ്ട്രോയ് വർക്ക് ചെയ്യും. ഇങ്ങനെ 5 ഫംഗ്ഷൻസ് ആണ് ലൈഫ് സൈക്കിളിനകത്ത് ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻസ്. ഇത് കൂടാതെ ഇപ്പോൾ നമുക്ക് എനിക്ക് ഗ്രാഫിക്സ് ക്ലാസ്സിനകത്ത് നിന്ന് ഞാൻ വേറൊരു ഫംഗ്ഷൻ ഡെഫിനിഷൻ കൊടുത്തിട്ട് ഫംഗ്ഷനെ കോൾ ചെയ്യാൻ പറ്റും. അത് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് ആണ്. പക്ഷെ ഇതെല്ലാം എന്താണ്? പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള മീനിങ് ഉള്ള ഫംഗ്ഷൻസ് ആണ്. ഇനിറ്റ്, സ്റ്റാർട്ട്, പെയിന്റ്, സ്റ്റോപ്പ് ആൻഡ് ഡിസ്ട്രോയ്. ഇത് കൂടാതെ we have a function calling called repaint. repaint എന്നൊരു കോളിംഗ് കൂടി ഉണ്ട്. അതായത് ഞാനിപ്പോൾ ഒരു x1 y1 എന്ന കോർഡിനേറ്റ് ഒക്കെ മാറ്റം വരുത്തിയിരിക്കും. ഇപ്പോൾ ഇതിന് പകരം ഞാനിപ്പോൾ x1 y1 എന്നൊക്കെ കൊടുത്തിരിക്കുന്നത്, അത് കഴിഞ്ഞ് ഞാൻ x ഉം y ഒക്കെ മാറ്റി എനിക്ക് വീണ്ടും ഒന്ന് ആപ്ലിക്കേറ്റ് ചെയ്യുന്ന റിഫ്രഷ് ചെയ്യണം. അപ്പോൾ ഐ നീഡ് ടു കോൾ ദി ഫംഗ്ഷൻ പെയിന്റ് അഗെയിൻ. വീണ്ടും പെയിന്റിനെ കോൾ ചെയ്യണം. നമുക്ക് വി ക്യാൻ കോൾ യൂസിങ് പെയിന്റ് ഡയറക്ട്ലി. സോ വി നീഡ് ടു കോൾ ആസ് റീപെയിന്റ്. നമുക്ക് റീപെയിന്റ് എന്ന് കോൾ ചെയ്യാം. വെറുതെ റീപെയിന്റ് എന്ന് കോൾ റീപെയിന്റ് REPAINT റീപെയിന്റ് എന്ന് കോൾ ചെയ്യുമ്പോൾ റീപെയിന്റ് ഫംഗ്ഷൻ ഈസ് കോൾഡ്. ഈ റീപെയിന്റ് ഫംഗ്ഷന്റെ സ്പെഷ്യാലിറ്റി ഈസ് ദാറ്റ് ദ റീപെയിന്റ് ഫംഗ്ഷൻ ഫസ്റ്റ് കോൾസ് ദി അപ്ഡേറ്റ് ഫംഗ്ഷൻ. അപ്ഡേറ്റ് എന്നൊരു ഫംഗ്ഷൻ കോൾ ചെയ്യും. ആൻഡ് ദി purpose of this update function is to clear the screen, to remove the or to clear the screen clear here. So the function of this update is to clear the screen, and so the repaint function will call the update function and the update function will call the paint function. അപ്പോൾ refreshing നടക്കുക. അപ്പോൾ refreshing is done by using calling repaint. The repaint calls the update function and the update function calls the paint function again. അപ്പോൾ അങ്ങനെ രണ്ട് ഫംഗ്ഷൻ കോൾ ചെയ്യാനകത്തുണ്ട്, repaint and update. അപ്പോൾ അങ്ങനെ മൊത്തം 7 ഫംഗ്ഷൻസ് ആണ് ഇതിനകത്തുള്ളത്. ഇനീഷ്യലൈസേഷൻ ആണ്, സ്റ്റാർട്ട് ഇനിറ്റ് കഴിഞ്ഞ് വർക്ക് ചെയ്യുന്നതാണ്, പെയിന്റ് സ്റ്റാർട്ട് കഴിഞ്ഞ് വർക്ക് ചെയ്യുന്നതാണ്. ഇത് മൂന്നും കഴിയുമ്പോൾ ആപ്പിളിൻ്റെ ഏരിയ ഡിസ്പ്ലേ കഴിയും. ഇനിയൊക്കെ എന്താണ്? ഇനി നമുക്ക് വേണമെങ്കിൽ റീപെയിന്റ് കോൾ ചെയ്യാം. റീപെയിന്റ് കോൾ ചെയ്യുമ്പോൾ ഒന്ന് സ്ക്രീൻ മാറ്റാൻ വേണ്ടി അപ്ഡേറ്റിനെ കോൾ ചെയ്യും, അപ്ഡേറ്റ് വീണ്ടും പെയിന്റിനെ കോൾ ചെയ്യും, സ്ക്രീൻ മാറ്റി വീണ്ടും വരയ്ക്കും. ഓക്കെ. ദെൻ സ്റ്റോപ്പ് ഫംഗ്ഷൻ ഉണ്ട്. അതെപ്പോഴാണ്? ഫോക്കസ് ലോസ്റ്റ് ആകുമ്പോൾ സ്റ്റോപ്പ് ഫംഗ്ഷൻ വർക്ക് ചെയ്യും. ഡിസ്ട്രോയ് എന്താണ്? ഞാൻ ലോഡ് ചെയ്ത ആപ്പിളിൻ്റെ പേജ് ക്ലോസ് ചെയ്യുമ്പോൾ ഡിസ്ട്രോയ് ഫംഗ്ഷൻ വർക്ക് ചെയ്യും. അപ്പോൾ ഈ 5 ഫംഗ്ഷൻസിനാണ് വി കോൾഡ് ആസ് ദിസ് ലൈഫ് സൈക്കിൾ. ലൈഫ് സൈക്കിൾ നോക്കാം. ലൈഫ് സൈക്കിൾ ആദ്യം ബോൺ സ്റ്റേറ്റിലാണ് ഉള്ളത്. ആപ്പിൾ ഈസ് ഇൻ ദി ബോൺ സ്റ്റേറ്റ്. അപ്പോൾ ഇനിറ്റ് ഫംഗ്ഷൻ വർക്ക് ചെയ്യുമ്പോൾ അത് ബോണായി ജനിച്ചു. ദെൻ സ്റ്റാർട്ട് ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ റണ്ണിങ് ആയി. ഇവിടെ കാണിക്കുന്ന പെയിന്റ് ഫംഗ്ഷൻ ഈസ് അഗെയിൻ അല്ലേ, പെയിന്റ് ഫംഗ്ഷൻ വർക്ക് ചെയ്യാണ്ടിരിക്കുകയാണ്. പെയിന്റ് ഫംഗ്ഷൻ വർക്ക് ചെയ്യുമ്പോൾ ഏരിയ കാണുന്നത്. പിന്നെ ഇത് ഐഡിൽ സ്റ്റേറ്റ്, അതായത് ഫോക്കസ് ഇപ്പോൾ ലോസ്റ്റ് ആയിട്ട് സ്റ്റോപ്പിലേക്ക് പോകുമ്പോൾ സ്റ്റോപ്പ് ഫംഗ്ഷൻ വർക്ക് ചെയ്യും, അഗെയിൻ സ്റ്റാർട്ട് വർക്ക് ചെയ്യും. അപ്പോൾ സ്റ്റോപ്പ് ആയിട്ട് സ്റ്റാർട്ട് വർക്ക് ചെയ്യും. ദെൻ ഡിസ്ട്രോയ് ഫംഗ്ഷൻ ഗോസ് ടു ഡെഡ് സ്റ്റേറ്റ്. ബോൺ, റണ്ണിങ്, ഐഡിൽ ആൻഡ് ഡെഡ് ആർ ദി ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ്. ഈ സ്റ്റേറ്റ്സ് നമ്മൾ മാറാൻ വേണ്ടിയാണ് എന്ത് ഉപയോഗിക്കുക? ഈ ഫംഗ്ഷൻസ് ഉപയോഗിക്കുക. ഓക്കെ. അപ്പോൾ ഇനിറ്റ്, സ്റ്റാർട്ട്, പെയിന്റ്, ഈ മൂന്നെണ്ണമാണ് ഫസ്റ്റ് 3 ഫംഗ്ഷൻസ്. പിന്നെ ഐഡിൽ എന്നുള്ളതാണ് ഞാൻ വേറൊരു വിൻഡോ ഓപ്പൺ ആക്കുമ്പോൾ ഇത് ഫസ്റ്റ് പേജ് എന്താവും? ഐഡിലാവും. ആ സമയത്ത് സ്റ്റോപ്പ് ഫംഗ്ഷൻ വർക്ക് ചെയ്യും. തിരിച്ചു വരണമെങ്കിൽ വീണ്ടും അഗൈൻ സ്റ്റാർട്ട് വർക്ക് ചെയ്യും. ഞാൻ ക്ലോസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഡിസ്ട്രോയ് വർക്ക് ചെയ്യും. ഓക്കെ. ഇനി ഹൗ ക്യാൻ വി ഇൻക്ലൂഡ് ദിസ് പ്രോഗ്രാം? ഈ പ്രോഗ്രാമിൻ്റെ പേരിപ്പോൾ 2.java എന്നായിരിക്കും നമുക്കറിയാം. 2.java എന്ന പ്രോഗ്രാം പേരുണ്ടാവുക. അത് കമ്പൈൽ ചെയ്യുമ്പോൾ വി വിൽ ബി ഗെറ്റിംഗ് എ ഫയൽ കോൾഡ് 2.class. ക്ലിയർ? ഇനി ഈ ഫയൽ എങ്ങനെയാണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുക? നമ്മൾ സാധാരണ HTML പ്രോഗ്രാംസ് ഉപയോഗിച്ച് ചെയ്യുന്ന പോലെ HTML എന്ന കോഡ് ഉണ്ടാവും. അതിനകത്ത് ബോഡി ടാഗ് ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടാവുക. ഇതൊരു വലിയ പ്രോഗ്രാം ആയിരിക്കും അല്ലേ? HTML പ്രോഗ്രാംസ് വിൽ ബി ഹാവിങ് മൾട്ടിപ്പിൾ ടാഗ്സ് ആൻഡ് മൾട്ടിപ്പിൾ കണ്ടൻസ്. എല്ലാ ടാഗും ഉണ്ടാവും. അപ്പോൾ ഇതാണ് ഒരു HTML ടാഗിൻ്റെ സ്ട്രക്ചർ, പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചർ. ഇതിനകത്ത് എവിടെയെങ്കിലും നമുക്ക് എവിടെയാണോ ആപ്ലേറ്റ് വരേണ്ടത്, ഇപ്പോൾ യൂട്യൂബ് കണ്ടറിയാം. യൂട്യൂബ് ഒരു ആപ്ലേറ്റ് ഏരിയയാണ്.
പിന്നെ ബാക്കി സൈഡിലൊക്കെ വരുന്നുണ്ട് കുറേ കണ്ടൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ പ്ലേയിങ് ഏരിയ ഒരു ആപ്ലെറ്റ് ഏരിയ ആണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഒരു ടാഗ് ഉണ്ടാവും കോൾഡ് ആപ്ലെറ്റ്. ഈ ടാഗ് ഉപയോഗിച്ചിട്ടാണ് HTML ടാഗാണ്. ഈ ഒരു ടാഗ് ഉപയോഗിച്ചിട്ടാണ് HTML-ലേക്ക് ഇത് ഇൻക്ലൂഡ് ചെയ്യാം. അതിനകത്ത് ആപ്ലെറ്റ് കോഡ് ഈസ് ഈക്വൽ ടു ഈ പ്രോഗ്രാം പേര് 2.class ഇത്രയും കൊടുത്തിട്ടുണ്ടെങ്കിൽ ആപ്ലെറ്റ് പ്രോഗ്രാം ഇത് ഇങ്ങോട്ടേക്ക് ലോഡാവും. പിന്നെ പാരാമീറ്റേഴ്സ് ഒക്കെ ഉണ്ട്. ഹൈറ്റും വിഡ്ത്തും കൊടുക്കാം. എത്ര ഹൈറ്റിലാണ് ഈ ഒരു വിൻഡോ വരേണ്ടത്, ഹൈറ്റും വിഡ്ത്തും കൊടുക്കാം. സോ ആപ്ലെറ്റ് കോഡ് ഈസ് ഈക്വൽ ടു ഇമ്പോർട്ടൻറ്റ്. Code is the attribute which is used for including the applet class file to my HTML file. Okay. പിന്നെ height is equal to 300, width is equal to 300 കൊടുക്കാം. അതൊക്കെ എൻ്റെ ഇതാണ്, വേറെ ആട്രിബ്യൂട്ട്സ് ആണ്. കൂടാതെ പാരാമീറ്റർ എന്ന ടാഗുണ്ട്. പാരാമീറ്റർ ഈസ് ഈക്വൽ ടു ഒരു പേര് ഒരു വേരിയബിൾ നെയിം കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ജാവ പ്രോഗ്രാമിനകത്തുള്ള പാരാമീറ്റേഴ്സിന് ഇങ്ങോട്ടേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇവിടുന്ന് കൊടുക്കുന്ന പാരാമീറ്റേഴ്സിനെ എവിടെ കിട്ടും? ജാവ പ്രോഗ്രാമിൽ യൂസ് ചെയ്യാൻ പറ്റും. പാരം ടാഗ് ഈസ് യൂസ് ഫോർ പാസിംഗ് ദ പാരാമീറ്റേഴ്സ് ഫ്രം ദി HTML ടു ദി ജാവ പ്രോഗ്രാം. ഓക്കെ, അപ്പോൾ അങ്ങനൊരു ആട്രിബ്യൂട്ട് ഇവിടെ ഉണ്ട്. ദ മെയിൻ ടാഗ് ഈസ് കോഡ് ആട്രിബ്യൂട്ട്. ആപ്ലെറ്റിനകത്ത് കോഡ് എന്നൊരു ആട്രിബ്യൂട്ട് ഉണ്ട്. then we need to close the applet tag also. ഇങ്ങനെയാണ് ഇത് ഇൻക്ലൂഡ് ചെയ്യുക. ഇപ്പോൾ അത് രണ്ട് സ്റ്റെപ്പ് ഉണ്ട്. വൺ ഈസ് ടു റൈറ്റ് ദി applet program, compile it and keep it as class file. Then we need to include this applet program to my HTML program using this syntax. Okay, clear. ഇനി the advantage of applets. എന്തൊക്കെയാണ് അഡ്വാൻറ്റേജ്? എപ്പോഴും ആപ്ലെറ്റ്സ് എപ്പോഴും ലൈറ്റ് പ്രോഗ്രാംസ് ആയിരിക്കും, ലൈറ്റ് വെയ്റ്റ് പ്രോഗ്രാംസ് ആയിരിക്കും. അത് പെട്ടെന്ന് ലോഡ് ചെയ്യും. പിന്നുള്ളത് ആപ്ലെറ്റ് പ്രോഗ്രാംസ് cannot access local resource of a computer. അപ്പോൾ ആപ്ലെറ്റ് പ്രോഗ്രാംസ് ഉപയോഗിച്ചിട്ട് ഇപ്പോൾ അത് HTML-നകത്ത് റൺ ചെയ്യുമ്പോൾ ഈ ആപ്ലെറ്റുകൾക്ക് അത് റൺ ആവുന്ന മെഷീൻ, അതായത് ക്ലയൻറ്റ് മെഷീനുകളിലെ ലോക്കൽ റിസോഴ്സ് ആക്സസ് ചെയ്യാൻ പറ്റില്ല. എന്ന് പറയുമ്പോൾ അതിനകത്തുള്ള ഹാർഡ് ഡിസ്ക്, അതിനകത്തുള്ള ഫയൽസ്, അതിനകത്തുള്ള ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ഒന്നും ആക്സസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അതെന്താണ്, വൈറസ് ഫ്രീ ആണ്. ആപ്ലെറ്റ് വഴി എന്ത് പറ്റില്ല, വൈറസ് ഇതിലേക്ക് വരില്ല. ജാവ പ്രോഗ്രാംസിനകത്താണ് വി ആർ റൈറ്റിംഗ് പ്രോഗ്രാംസ് ഇൻ ജാവ ഫോർ റൈറ്റിംഗ് ആപ്ലെറ്റ്സ്. അപ്പോൾ ഈ ആപ്ലെറ്റ് ഉപയോഗിച്ച് റൺ ആവുന്ന വെബ് പേജ് പ്രോഗ്രാംസിന് ദേ കനോട്ട് ആക്സസ് ദി ലോക്കൽ റിസോഴ്സ് ഓഫ് ദി ക്ലയൻറ്റ് മെഷീൻ. അതുകൊണ്ട് എന്താണ്, വൈറസ് ഫ്രീ ആണ്. ഇത് ആക്സസ് ചെയ്യാൻ പെർമിഷൻ കൊടുത്താൽ ആക്സസ് ചെയ്യാൻ പറ്റും. നോർമൽ കേസിനകത്ത് പെർമിഷൻ കൊടുക്കാത്തതുകൊണ്ട്, സിൻസ് പെർമിഷൻ ഇസ് നോട്ട് സെറ്റ്, അങ്ങനെ ചെയ്യാത്തതുകൊണ്ട് ലോക്കൽ മെഷീൻ്റെ റിസോഴ്സുകളെ ആപ്ലെറ്റ് ഉപയോഗിക്കില്ല. അതുകൊണ്ട് വൈറസ് ഫ്രീ ആണ്. അതുപോലെ ജാവ പോലെ വേറൊരു ആപ്ലെറ്റ് വ്യൂവർ എന്നൊരു കമാൻഡ് കൂടി കോർ ജാവ നമുക്ക് തരുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ്? ടു സീ വാട്ട് ഈസ് ദ ഔട്ട്പുട്ട് ഓഫ് ദി ആപ്ലെറ്റ്. ഇതുപോലൊരു HTML പ്രോഗ്രാം ചെയ്തിട്ട് ബ്രൗസറിൽ ഓപ്പൺ ചെയ്യാതെ നമുക്ക് വേണമെങ്കിൽ ബൈ യൂസിങ് ആപ്ലെറ്റ് വ്യൂവർ വി ക്യാൻ സീ ദി ഔട്ട്പുട്ട് ഓഫ് ദി ആപ്ലെറ്റ്സ് ഓൾസോ. നമുക്ക് ജാവ പുറത്ത് ഇന്റർപ്രറ്റ് ചെയ്യുമല്ലോ, അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ വി ക്യാൻ യൂസ് ദി കമാൻഡ് ആപ്ലെറ്റ് വ്യൂവർ ടു സീ ദി ഔട്ട്പുട്ട് ഓഫ് ദി ആപ്ലെറ്റ്സ്. ഓക്കെ, so these are the things about applets. Applets are programs that executes on web pages. They cannot access local resources. They have no main function. They have functions init, start, paint, stop and destroy. They have 5 states: born, running, അല്ലേ, സ്റ്റേറ്റിൻ്റെ പേര് പറഞ്ഞു എന്താണ്. They have states are running, idle and dead. ഈ സ്റ്റേറ്റുകൾ തമ്മിൽ മാറി പോകുന്നത് എങ്ങനെയാണ്? യൂസിങ് ദ ഫങ്ഷൻസ് born, running, idle and dead. Okay, clear? Thank you.